ടു മാർക്കറ്റ് കണ്ടന്റ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് എക്സ് എൻ എസ് വഴി എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, മൊബൈൽ ആപ്പ് വഴി നമുക്ക് എങ്ങനെയാണ് ഫോറക്സിന്റെ ട്രേഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. പല ആളുകൾക്കും സംശയമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നോർമലി നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, MT5. എല്ലാ ആളുകളും ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ ചില ആളുകൾക്ക് ഈ മൊബൈൽ ആപ്പാണ് എളുപ്പമെന്ന് പറയുന്നത്. മൊബൈൽ ആപ്പിൽ നമുക്ക് സിസ്റ്റത്തിലും ചെയ്യാം, നമുക്ക് മൊബൈലിലും ചെയ്യാം. അപ്പോൾ സിസ്റ്റത്തിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സിസ്റ്റത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് എങ്ങനെയാണ് മൊബൈലിൽ ട്രേഡ് ചെയ്യാൻ നോക്കാം. കാരണം MT5നെ സംബന്ധിച്ച് ട്രേഡിങ്ങിന്റെ ഡീറ്റെയിൽസ് മാത്രമേ കാണുള്ളൂ. നമ്മുടെ ബാലൻസോ അല്ലെങ്കിൽ ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവിടെ അവൈലബിൾ അല്ല. ഇവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ XNS Go എന്ന് പറയുന്ന ആപ്പിൽ നമ്മൾ എൻ്റർ ചെയ്യുക. നമ്മുടെ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് XNS Goയിൽ നമ്മൾ എൻ്റർ ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ഞാനത് എൻ്റർ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു 6 ഡിജിറ്റ് പാസ്വേഡ് ചോദിക്കും. അത് നമുക്ക് ഫസ്റ്റ് കയറുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കയറുന്ന സമയത്ത് ആ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് ആ പാസ്വേഡ് ചോദിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് അക്കൗണ്ട്സ്, ട്രേഡ്, മാർക്കറ്റ്, പെർഫോമൻസ്, പ്രൊഫൈല്, ഈ ഡീറ്റെയിലുകളെല്ലാം നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നതാണ്. അക്കൗണ്ട്സിൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. അക്കൗണ്ട്സിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, ഹിസ്റ്ററികൾ നോക്കാം, ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് MT5 നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗിൻ ID, സെർവറും ഒക്കെ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ അതല്ല പറഞ്ഞു വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ എക്സ്പ്ലോർ മോർ ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വിൻഡോ കിട്ടും. ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്താൽ മതി. അപ്പോഴും ഈ സെയിം ഓപ്ഷൻ തന്നെ കിട്ടും. ഇനി നമുക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യണമെങ്കിൽ ബൈ ആണെങ്കിൽ ബൈ എന്ന് പറഞ്ഞ് കാണാം, സെല്ലാണെങ്കിൽ സെല്ല് എന്ന് പറഞ്ഞ് കാണാം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് ലോട്ടാണ് ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ റെഗുലർ, പിന്നെ 1 ക്ലിക്ക്, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ക്ലിക്കിൽ പോകണോ റെഗുലറായിട്ട് ചെയ്യണോ എന്നെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് മാർക്കറ്റിന് ഓർഡർ ഇടാം, ലിമിറ്റിന് ഓർഡർ ഇടാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഓർഡർ ഇടാം. അപ്പോൾ മാർക്കറ്റിന് നമ്മൾ ഓർഡർ ഇടുന്ന സമയത്ത് നമുക്ക് എത്രയാണ് നമ്മുടെ വാല്യൂ, 0.01 ആണോ, 0.2 ആണോ, 0.3 ആണോ, എത്രയാണ് നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺഫേം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ആവുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൺഫേം കൊടുക്കുന്നില്ല. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ അനാലിസിസ് ചെയ്യാൻ സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസ്, ഡീറ്റെയിൽസ്, എത്രയാണ് മിനിമം ലോട്ട്, എത്രയാണ് വോളിയം എന്നെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഓരോ സ്റ്റോക്കിന്റെ മാർക്കറ്റ്, മൂന്നാമത്തെ ഓപ്ഷനാണ് മാർക്കറ്റ്. ഈ മാർക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിനെ പറ്റിയും അല്ലെങ്കിൽ മാർക്കറ്റ് ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഓരോ സ്ക്രിപ്റ്റ് എടുക്കുന്ന സമയത്തും നമുക്ക് നമ്മുടെ ഗ്രാഫുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ക്യാൻഡിലിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും, നമുക്ക് മൂവിങ് ആവറേജും കാര്യങ്ങളും, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ അതിനെപ്പറ്റി അനാലിസിസ് ചെയ്യാൻ സാധിക്കും. ഓരോ പെയറിനെ പറ്റി അതിൻ്റെ ന്യൂസുകളും കാര്യങ്ങളും, അതിൻ്റെ ഇൻട്രാഡേക്ക് എന്താണ്, അതിൻ്റെ ഷോർട്ട് ടൈമിലേക്ക് എന്താണ് അതിൻ്റെ നോർമലി ഉള്ള അതിൻ്റെ ട്രെൻഡ് എന്താണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അപ്കമിങ് ഇവൻറ്റ്സ് കാര്യങ്ങൾ, ഇതുമായിട്ട് ഈ ഒരു പിന്നെ ഇപ്പോൾ എക്സൈ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫെഡിൻ്റെ സ്പീച്ചുകൾ കാര്യങ്ങൾ, എപ്പോഴാണ് അപ്കമിങ് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ ഇതിനകത്ത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫേവറേറ്റ്സിൽ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് വെക്കാം. മോസ്റ്റ് ട്രേഡഡ്, ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നേക്കുന്നത് ഏതൊക്കെയാണ് നമുക്ക് എടുത്തു വെക്കാം. അതുപോലെ ടോപ്പ് മൂവേഴ്സ് നമുക്ക് എടുത്തു വെക്കാം, മേജേഴ്സ് നമുക്ക് അതുപോലെ മെറ്റൽസ് നമുക്ക് എടുത്തു വെക്കാം. മെറ്റൽസിൻ്റെ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ, ക്രിപ്റ്റോ ആണെങ്കിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസി ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് എടുത്തു വെക്കാം. അതുപോലെ സ്റ്റോക്കുകൾ എടുത്തു വെക്കാം. സ്റ്റോക്കുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് എടുത്തു വെക്കാം. എനർജി സെക്ടർ എടുത്തു വെക്കാം. അങ്ങനെ എല്ലാം നമുക്ക്
സ്പെഷ്യലായിട്ട് നമുക്ക് എടുത്തു വെക്കാൻ സാധിക്കും. നമ്മൾ ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നതും വളരെ ഈസിയാണ്. നമുക്ക് ഇതിനകത്ത് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്, ലോസ് വന്നാൽ ലോസ് എത്രയാണ് എന്നൊക്കെ നമുക്ക് ആ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.